സർ, തമിഴ് രാഷ്ട്രീയത്തിൽ DMK NDA പോകുമെന്നൊരു ചർച്ച വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അമിത്ഷാ തമിഴ്നാട്ടിൽ മഹാബലിപുരത്ത് വന്നതെന്നും പറയുന്നുണ്ട്. ചർച്ചയ്ക്കൊക്കെ ആണെങ്കിൽ പോലും അതിന് പിന്നെ അത് അങ്ങനെ പോവുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെങ്ത് ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണോ ഇവരുടെ ഇത്? പോത്തിന്റെ കടിയും മാറും കാക്കയ്ക്ക് മൂട്ടയും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു പരിപാടിയാണ്. DMKക്ക് ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ്. DMKക്ക് പിടിച്ചു നിൽക്കാൻ വേറൊരു മാർഗമില്ല. NDA ചേർന്ന് കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവും എന്നുള്ളതാണ്. രക്ഷ എന്ന് വെച്ചാൽ അടിയിൽ നിന്നെങ്കിലും രക്ഷ കിട്ടും. ഉദയനിധി സ്റ്റാലിനെ ഈയിടെ പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്തായാലും ഇഞ്ചുകളുടെ വ്യത്യാസം, ചെറിയ പിഴവ് പോലീസിന് പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ കയറ്റി നാറ്റിച്ച് പ്രശ്നമാക്കി വിടാനായിരുന്നു വിജയുടെ കൂട്ടാളികളുടെ ഒരു ശ്രമം. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു. സ്റ്റാലിൻ്റെ പേടി ഇനി പണ്ട് ജയലളിത കരുണാനിധിയെ ഇതുപോലെ വീട്ടിൽ കയറ്റി വലിച്ചഴച്ച് പോലീസുകാരുടെ ആക്രോശം വഴി കുത്തിന് പിടിച്ച് തള്ളി പോലീസ് വാനിനകത്ത് കയറ്റിയ ഒരു സീനുണ്ട്. അതൊക്കെ ഒരുപക്ഷെ സ്റ്റാലിൻ ഓർത്ത് കാണും. വിജയുടെ കൂടെ അങ്ങനെ നിൽക്കണമെങ്കിൽ ഒരു 2 കേന്ദ്രമന്ത്രിമാരെങ്കിലും നമുക്ക് വേണം. പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് താൻ തന്നെ വരണം. അതിലിപ്പോൾ ഒരു ഒഴിവുള്ള ഒരു വേക്കൻസി എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റാണ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ വിജയ് ജയിച്ച സ്ഥലമാണ്. വിജയ് 27,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇലക്ഷൻ നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദയസൂര്യൻ അവിടെ നിന്നാൽ രക്ഷപ്പെടണമെങ്കിൽ, സ്റ്റാലിൻ നിന്നായാൽ പോലും രക്ഷപ്പെടണമെങ്കിൽ സ്റ്റാലിൻ്റെ ആ ഇപ്പോഴത്തെ ഇമേജ് മാത്രം പോരാ. അപ്പോൾ അതിനകത്ത് 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ 20,000 വോട്ടോളം NDAക്ക് ഉണ്ട്. 19,900 സംതിങ് ആണ്. അപ്പോൾ 20,000 അടുപ്പിച്ച് വോട്ട് NDAക്ക് തന്നെയുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഫോമിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ വോട്ട് കുറെ കൂടെ കൂടും. പിന്നെ AIDMK കൂടെ ഭാവിയിൽ DMKയിൽ ലയിപ്പിച്ചെടുക്കണമെങ്കിലും ഈ NDA കൂട്ടുകെട്ട് BJPയുടെ സഖ്യമൊക്കെ പ്രയോജനം ചെയ്യുമെന്ന് സ്റ്റാലിൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ വിജയത്തിന് NDAയുടെ സഖ്യം ഒരു ആവശ്യമാണ് എന്ന് സ്റ്റാലിന് തോന്നുന്നു. രണ്ടാമത്തേത് കനിമൊഴിയോ അല്ലെങ്കിൽ രാജയോ ആരെങ്കിലുമൊക്കെ കേന്ദ്രമന്ത്രിയാക്കി കൊണ്ടുവന്നാൽ അവിടെ ഒരു പിടിവള്ളി, കേന്ദ്രമന്ത്രി ഒരാൾ കയ്യിലിരിക്കുകയാണ്. അപ്പൊ അതൊരു പിടിവള്ളി വന്നാലായി. കാരണം വിജയ് അടുത്ത് നോക്കുന്നത് സ്റ്റാലിൻ്റെയൊക്കെ അഴിമതികൾ വെച്ച് പൂട്ടാനാണ്. അങ്ങനെയാണെങ്കിൽ കരുണാനിധി മോഡലിൽ വലിച്ചിറക്കിക്കൊണ്ട് സ്റ്റാലിനെ, ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാലിനെ കോളറി പിടിച്ച് വലിച്ചിറക്കുന്ന വലിയ കോളറൊക്കെയാണ് സ്റ്റാലിൻ വെക്കുന്നത്. ആ വലിയ കോളറി പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ ഉണ്ടാകുമെന്ന് സ്റ്റാലിനും പേടിയുണ്ട്. അപ്പൊ എന്തായാലും മോദിയുടെ അമിത്ഷായുടെ ഒരു സംരക്ഷണ വലയത്തിലാണെങ്കിൽ അത്ര പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകില്ല. പണ്ട് വാജ്പേയി ചെയ്ത പോലെ, വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ജയലളിത ഇതൊക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വാജ്പേയി എന്ന രോഷാകുലനാവുകയും ഇത്ര പ്രായമുള്ള ഒരാളിനെ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ച് ചാടി വീഴുകയൊക്കെ ചെയ്ത് അത് ജയലളിതയ്ക്ക് ഇമേജിന് വലിയ കോട്ടം വന്നു. അപ്പൊ അതുപോലെയുള്ള വല്ല രക്ഷയും അമിത്ഷാ മോദി വഴി കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത്. BJP ആണെങ്കിൽ മറിച്ചൊന്നാണ് നോക്കുന്നത്. BJPക്ക് 360 സീറ്റ് ഒപ്പിക്കണമല്ലോ. ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് TMCയെ പിളർന്ന് 22 പേര് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ മറ്റ് പിന്നെ എസ് പിയിൽ നിന്ന് പോലും ചിലർ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിനു പുറമെ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം ഏതാണ്ട് ഒലിച്ചു പോയി, 6 പേര് ഇപ്പം തന്നെ പോയിട്ടുണ്ട്. പിന്നെ AAPയുടെ നല്ലൊരു വിഭാഗം ആളിൽ പോയിട്ടുണ്ട്. അപ്പോൾ 169 സീറ്റ് രാജ്യസഭയിലും 360 സീറ്റ് ലോക്സഭയിലും ഒപ്പിക്കാൻ കഴിഞ്ഞാൽ 298 ലോക്സഭയിൽ ഇന്ന് NDAക്ക് ഉള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് വർദ്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് 250 വരെ 350 അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വിപുലമായി വരും. ആ വരുന്നതിന് DMKയുടെ സഹായം കൂടെ വേണം. DMKയുടെ 20 പേര് 22 പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാവും. അപ്പോൾ ആ 22 പേര് രാജ്യസഭയിലെ 8 പേര് ഒക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 360, പിന്നെ കുറച്ച് സ്വതന്ത്രന്മാരെയും കൂടെ ഒക്കെ പിടിച്ചിട്ട് 360, 169 എന്നുള്ള രീതിയിൽ എത്തിയാൽ ഡീലിമിറ്റേഷൻ അടക്കമുള്ള പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് 2029 850 സീറ്റിലേക്ക് ഇലക്ഷൻ, പാർലമെന്റ് സീറ്റിലേക്ക് ഇലക്ഷൻ വയ്ക്കാം എന്നൊക്കെയുള്ളൊരു കണക്കൂട്ടിലാണ് BJPയും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് NDA സഖ്യത്തിലേക്ക് DMK വരുന്നത് തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് നിൽക്കുന്ന പ്രധാന പ്രശ്നം, ഇത് പരമ്പരാഗതമായിട്ട് DMK എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങനെ നിന്നൊരു ശീലമില്ല. ഒരിക്കലുണ്ട്, വാജ്പേയിയുടെ കാലത്ത് 1998 മുതൽ 2003 വരെ കണ്ട് അവരൊന്നിച്ചു പോയി. ആ സമയത്തും ഇതുപോലെ തന്നെ ജയലളിതയുമായിട്ട് കൂടുതൽ എടുക്കുന്നു. പിന്നെ പോട്ട പ്രശ്നം, ഇങ്ങനെ 1-2 പ്രശ്നങ്ങൾ ഉന്നയിച്ച് പതുക്കെ അതിൽ നിന്ന് കരുണാനിധി രക്ഷപ്പെടുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ താഴെത്തട്ടിലെ ബേസ് ക്ലിയർ ആകാത്ത ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറിയെന്നാണ് പലരും പറയുന്നത്. കാരണം ദേശീയത എന്ന് പറയുന്നത് പിന്നെ ഹിന്ദുത്വ എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറേശ്ശെ തമിഴ്നാട്ടിൽ ദഹിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് DMKക്ക് NDAയിൽ വലിയൊരു സ്വാധീനം വന്നാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ ആരെങ്കിലും കാണുമോ BJP-യിൽ? ഇല്ല, അതിപ്പോ സുരേഷ് ഗോപിക്ക് അപ്പുറം പോകാനുള്ള സാധ്യതയൊന്നും ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ അത്തരത്തിലുള്ള സദാനന്ദൻ മാസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഉന്നയിക്കുന്നെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ട് വന്നില്ല. കാരണം BJPക്ക് കേന്ദ്രത്തിൽ ഇപ്പോൾ 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചെറുപ്പക്കാരെ കൊണ്ടുവരണം. ജെൻസികളുടെ വോട്ട് കിട്ടണമെങ്കിൽ ചെറുപ്പക്കാർ കേന്ദ്രമന്ത്രിമാരായിട്ട് വരണം. അതുപോലെ തന്നെ കൂടുതൽ പാർട്ടി സ്ഥാനങ്ങൾ ഇപ്പോൾ അവർ ചെറുപ്പക്കാർ കൊടുക്കാനായിട്ട് തീരുമാനിച്ച് നീക്കം നടന്നു. സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അത് 5 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത്. ഒന്ന് 80 സീറ്റുള്ള UP, 48 സീറ്റുള്ള മഹാരാഷ്ട്ര, പിന്നെ 42 സീറ്റുള്ള വെസ്റ്റ് ബംഗാൾ, 40 സീറ്റുള്ള ബീഹാർ, ഇതും കഴിഞ്ഞാൽ 39 സീറ്റുള്ള തമിഴ്നാട്. അപ്പൊ ഈ 4 അതായത് UP ആകട്ടെ, മഹാരാഷ്ട്ര ആവട്ടെ, വെസ്റ്റ് ബംഗാൾ ആവട്ടെ, ബീഹാർ ആകട്ടെ, ഇന്ന് BJPയുടെ കയ്യിലാണ്. അതിന് എത്ര വന്നാലും അതിൽ വലിയ പോറലില്ലാതെ തങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് BJPക്ക് വിശ്വാസമുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാത്തത് അസംബ്ലിയിൽ പോലും 2 സീറ്റ് നേരെ ഒപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ DMKയുടെ കൂടെ ചേർന്ന് മിനിമം ബെനിഫിറ്റ് കിട്ടിയാൽ പോലും അവരുടെ പിന്തുണയോടുകൂടി ഈ 5 പ്രധാന സംസ്ഥാനങ്ങളിൽ, അതായത് ഇപ്പോഴത്തെ 540-ൽ 249 സീറ്റ് ഈ ഇത്രയും സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങൾ ചേരുമ്പോൾ തന്നെ ആയി. അപ്പോൾ ആ 249 തന്നെ വൻ വിജയം നേടുകയാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളൊക്കെ, ഗുജറാത്ത് കിടക്കുന്നു, രാജസ്ഥാൻ കിടക്കുന്നു, മധ്യപ്രദേശ് കിടക്കുന്നു, മറ്റ് ഡൽഹി, ഇങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ, കർണാടക, ഇങ്ങനെ ആന്ധ്ര, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ BJPക്ക് മുന്നോട്ട് പോകാനുള്ള പാത വളരെ ക്ലിയറാണ്. അപ്പോൾ അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഞങ്ങളുടെ കയ്യിലായി എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പിടിച്ചു, ഇനി മഹാരാഷ്ട്രയും ഏതാണ്ട് അതുപോലെ കയ്യിലായി. ഇനിയിപ്പം ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 5ാമത്തെ പ്രധാന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ആ 30-39 എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഡീലിമിറ്റേഷൻ കൂടെ വരികയാണെങ്കിൽ 60 അടുപ്പിച്ച് വരും. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അത്രയും സീറ്റുകളിൽ തങ്ങളുടെ മേൽക്കോയ്മ വന്നു കഴിഞ്ഞാൽ ഈ 5 മേജർ സംസ്ഥാനങ്ങൾ കയ്യിലായാൽ തങ്ങൾക്ക് ഭാവിയിൽ 2047 വരെ മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടും. ജെൻസികളെ കൂടെ അടുത്ത ഇലക്ഷനിലൊന്ന് കൈക്കലാക്കി കുറേ ചെറുപ്പക്കാരെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഇലക്ഷനിൽ നിർത്തി ഒക്കെ മുന്നോട്ട് നീങ്ങിയാൽ BJPയുടെ ഭാവി സുന്ദരമാകുമെന്നും BJPയും ആഗ്രഹിക്കുന്നു. അങ്ങനെ BJP NDAയുടെ ഒരു ശക്തി കൂട്ടാനായിട്ട് DMK കൂടെ ചേർത്തുകൊണ്ട് തെക്ക് വടക്ക് ഒരുപോലെ ഒരു ശക്തമായ NDA ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ അതിൽ നിന്ന് വിട്ടുപോകാൻ നിൽക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് കേരളവും ഒന്ന് കാശ്മീരുമാണ്. കാശ്മീരിൽ പോലും ജമ്മുവിൽ അവർ നല്ല രീതിയിൽ പിടിക്കും. പിന്നെ കാശ്മീരിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തിക്കൊണ്ട് ഒമർ അബ്ദുള്ളയായിട്ടൊക്കെ ഒരു നയത്തിൻ്റെ പുറത്ത് പോകാൻ കഴിയും. പിന്നെ ഒട്ടും കിട്ടാത്തത് കേരളമാണ്. കേരളത്തിൽ പടിപടിയായിട്ടേ BJP വളർന്നു വരികയുള്ളൂ എന്നുള്ളത് കേന്ദ്രത്തിന് അറിയാം. പിന്നെ രണ്ടും ഘട്ട ചില പരിപാടികളുണ്ട്, അതിലേക്ക് ഭാവിയിൽ അവർ വന്നുകൂടായികയും ഇല്ല. കേരളത്തിലെ BJPയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ. അപ്പോൾ തെക്കേ ഇന്ത്യ പിടിക്കാൻ വേറൊന്നും പോകേണ്ട കാര്യമില്ല, DMK മാത്രം പിടിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചാൽ മിക്കവാറും അത് തന്നെ സാധിക്കും. കാരണം ഇനി തമിഴ്നാട്, ഈ കർണാടക മിക്കവാറും BJPക്ക് കിട്ടും. അതുപോലെ തന്നെ തെലങ്കാനയും ഇത്തവണ പിടിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. തെലുങ്ക് ദേശം പാർട്ടി തെലങ്കാനയിലെ TRSനെയൊക്കെ കൈക്കലായിക്കൊണ്ട് അതും കൂടെ ഒരു മുന്നേറ്റത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആന്ധ്ര എന്തായാലും ഇപ്പോൾ അനുകൂലമായിട്ടാണ് BJPക്ക് നിൽക്കുന്നത്. അപ്പം അങ്ങനെ അവർ സൗത്ത് ഇന്ത്യയിൽ കേരളം ഒഴിച്ച് ബാക്കിയെല്ലാം തങ്ങളുടെ കൈക്കലാക്കി നോർത്ത് ഇന്ത്യയിൽ 70%-ലധികം, സൗത്ത് ഇന്ത്യയിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 80-85% BJPയുടെ കയ്യിൽ നിൽക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.